ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ്. ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേ നിന്ന് ഏകദേശം 750 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 20 സെൻറ്റ് സ്ഥലവും അതിൽ 1600 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. വീട് 20 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. 3 ബെഡ്റൂമാണുള്ളത്. ഓപ്പൺ വെല്ലുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കായ്ക്കുന്ന 25ഓളം തെങ്ങുകളുണ്ട്. കവുങ്ങ്, കുരുമുളക്, മാവ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി. ഇതിലൊരു ഭാഗത്ത് മാത്രം മതിലുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ ഗേറ്റിനായിട്ടുള്ള മതിലും, ബാക്കിയൊക്കെ നമുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടാനായിട്ടുണ്ട്. നല്ല ശാന്തമായിട്ടുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഒരു തരത്തിലുള്ള വിള്ളലോ ക്രാക്കോ കാര്യമോ ഒന്നുമില്ല. നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു വീടാണ്. 20 വർഷം പഴക്കം പറഞ്ഞാലും ഇന്ന് കാലത്ത് കാണുന്ന വീടിനെക്കാട്ടിലും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു വീടാണ്. ഉള്ളിൽ ടൈൽസ് എല്ലാം ഇട്ടിരിക്കുന്ന മൊസൈക്കാണ്. കണ്ടില്ല, കുരുമുളകൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, നല്ല കായ്ച്ചിട്ട്. ഇപ്പോൾ ഒലോക്കോട് ടൗണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം പ്രതീക്ഷിക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. 20 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും. ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. നല്ല വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുമുണ്ട്. ഇതാണല്ലോ, തെങ്ങൊക്കെ നല്ല, എല്ലാ തെങ്ങും തന്നെ നല്ല കായ്ച്ചിട്ടുള്ള തെങ്ങുകളാണ് കേട്ടോ. നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് എല്ലാം ഉള്ളത്. 25 തെങ്ങും അത്യാവശ്യം കവുങ്ങും വീട്ടിലേക്ക് ആവശ്യമില്ല. അതിലും കൂടുതലായിട്ട് കുരുമുളക് കിട്ടും. ഏകദേശം 5 to 6 കിലോ കുരുമുളകോളം കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇതല്ല, നല്ലൊരു ഓപ്പൺ വെൽ, ചെങ്കല കൊണ്ട് കെട്ടിയതാണ്. നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്ന, ഉള്ളടി വരയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സൈഡിൽ നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതെല്ലാം ഇതിൽ പെടുന്നതാണ് കേട്ടോ, ഈ സൈഡെല്ലാം. ഇപ്പോൾ ഇവിടെ നമുക്കിത് കിച്ചണിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഡോറാണ്. കവുങ്ങും കണ്ടില്ലേ, കവുങ്ങ് നന്നായി കായ്ച്ച് നിൽക്കുന്നുണ്ട്. കായൊക്കെ കണ്ടില്ലേ, നല്ല കായ്ച്ച് നിൽക്കുന്നത് കവുങ്ങുകളും. അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഏരിയയും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാം പതുക്കെ വീഡിയോ എടുക്കുന്നത്. ആ ഒരു ഭാഗത്ത് മതിൽ കാണുന്നില്ലേ, ആ ഒരു ബാക്ക് സൈഡ് മാത്രമാണ് നമുക്ക് മതിൽ കോമ്പൗണ്ട് വാളായിട്ടുള്ളൂ. അത് അപ്പുറത്തെ ഇതിൻ്റെ കോമ്പൗണ്ട് വാളാണ്. ബാക്കി എവിടെയും ഇവിടെ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടുക എന്നുള്ളൊരു വർക്ക് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ വീട്ടിൻ്റെ മേലെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ, ഡാൻസ് ക്ലാസ്സിനോ ട്യൂഷൻ ക്ലാസ്സിനോ ഒക്കെ റെൻ്റ് ഔട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിൽ മേലെയുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ഫംഗ്ഷനോ കാര്യം നടത്താനുള്ള സ്പേസും നമുക്കവിടെ മേലെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ചുറ്റും നല്ല മണ്ണാണ്. അതുകൊണ്ട് തന്നെ തെങ്ങൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട്. കണ്ടില്ല, ആ ഒരു തെങ്ങ് നോക്കി. എല്ലാം എല്ലാ തെങ്ങും കാണിക്കുന്ന വെച്ചാൽ അത്യാവശ്യം ഉള്ള തെങ്ങെല്ലാം തന്നെ നല്ല കായ്ഫലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത്, ഈ ഒരു കുന്നുപോലെ ഇരിക്കുന്ന ഈ ഒരു ഏരിയ. ഇനി നമുക്കിവിടെ സ്റ്റെയർ കേസിൽ കൊടുത്തിരിക്കുന്ന ഔട്ട് സൈഡിലാണ്. അപ്പോൾ നമുക്കിതിലൂടെ മേലെ ഒന്ന് കയറി നോക്കാം. നമ്മൾ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷീറ്റും കാര്യങ്ങൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് മേലെ ഉള്ളത്. കണ്ടില്ല, നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം, ആ സൈഡ് പാടായതുകൊണ്ട് തന്നെ അവിടെ നല്ല കാറ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കിച്ചണിൻ്റെ ഒരു വർക്ക് ഏരിയ സ്പേസ് പോലെയുണ്ട്. അതാണ് ഈ ഒരു ഹൈറ്റിൽ കാണുന്നത്. അവിടെ ആലുവടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാട്ടർ ടാങ്ക് വരുന്നത് കേട്ടോ. പഴയ മണലിൽ കെട്ടിയിട്ടുള്ള വീട് തന്നെയാണ്. എവിടെയും ഒരു ക്രാക്കോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് വീടിനുള്ളിൽ പോയി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അല്ലേ, നല്ല വ്യൂ ആണ്. ഇത് നമുക്ക് ഒലോക്കോട് ടൗൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ, സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുള്ളൂ. അതേപോലെ മലമ്പുഴ ഡാമിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 11 കിലോമീറ്റർ, ലുലു മാളിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ ഹൈവേ നോക്കുകയാണെങ്കിൽ 750 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുള്ളൂ. 1 കിലോമീറ്ററിന് താഴെ തന്നെ നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ബൗണ്ടറി വരുന്നത്. ഇവിടെയൊക്കെ ഫ്രണ്ടിൽ നല്ല ഡ്രസ് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം 2-3 കാറൊക്കെ നിർത്താനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. കണ്ടില്ല, നല്ല വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീട് 20 വർഷം പഴക്കമുണ്ടെങ്കിലും ആ ഒരു എവിടെയും ഒരു ക്രാക്കോ കാര്യങ്ങളോ നമുക്ക് കാണാനില്ല. മൊസൈക്കാണ്, അതിന് പോലും ഒരു തരത്തിലുള്ള കേടോ കാര്യങ്ങളോ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല
ലെവലിൽ കിടക്കുന്നത്. നല്ല തേക്കിൻ്റെ ഡോറാണ്. പഴയ ഡോറിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണുന്നുണ്ട്. നല്ല ഷൈനിങ് ആയിട്ടുള്ള തേക്കിൻ്റെ പഴയ ഡോർ തന്നെയാണ്. ഇവിടെ നല്ലൊരു കബോർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഷോക്കേസ് വർക്ക് അതെല്ലാം തേക്കിൻ്റെ മരം കൊണ്ടുള്ള നല്ലൊരു ഷോക്കേസ് വർക്കാണ്. ഇതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു റൂം ഇവിടെ കാണുന്നുണ്ട്. ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ, പഴയ സ്റ്റൈലിൽ തന്നെ ഉള്ളത്, അറ്റാച്ച്ഡ് അല്ല. 10ക്ക് 10 അതിൽ കുറച്ച് കൂടുതൽ അത്രയേ ഉണ്ടാവുള്ളൂ റൂമുകളൊക്കെ സൈസ്. പക്ഷേ ഒരു ഫാമിലിക്ക് താമസിക്കാനും ഉപയോഗിക്കാനും ഒരു തരത്തിലുള്ള കേടുമില്ലാത്ത നല്ലൊരു വീട് തന്നെയാണ്. ഡൈനിങ് സ്പേസ് ഉണ്ടല്ലേ, അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. അവിടെ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു വേറൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട്. എല്ലാം തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ്. ഒരുപാട് വലിയ റൂമെന്ന് പറയാനില്ല, എന്നാലും ഒരു മീഡിയം ടൈപ്പിലുള്ള റൂമുകൾ തന്നെയാണ്. എല്ലാവിടെയും മൊസൈക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് ഇന്ന് വരെയും ഈ 20 വർഷമായിട്ടും ഒരു തരത്തിലുള്ള കേടുമില്ല എന്നാണ്. നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നൊക്കെ ടൈൽസിലൊക്കെ കാല് വയ്ക്കുമ്പോൾ കാലുവേദന എന്നൊക്കെ പറയും. ഇതിനകത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. അവിടെയാണ് നമ്മൾ കിച്ചൺ കാണുന്നത്. ഇതൊരു ബെഡ്റൂം അടുത്ത് വരുന്നുണ്ട്, 3ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂമിനും വാഷ്റൂം ഇല്ല, അറ്റാച്ച്ഡ് അല്ല. ഇതൊന്ന് മാത്രമാണ് ഇവിടെ അറ്റാച്ച്ഡ് ആയി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ക്ലോസറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ കാണുന്നുണ്ട്. വീട് കണ്ടില്ല, കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. നമ്മുടെ വീട് വരുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു ബാത്റൂമും അതുപോലെ തന്നെ വാഷ്റൂമും രണ്ടും കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റും ഇതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുപ്പ്, ഇവിടെ വർക്ക് ഏരിയ ടൈപ്പിൽ അടുപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബാത്റൂമാണ്, കുളിക്കാനുള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്താണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് ഇവിടെ ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള, അപ്പോൾ ആ 2 ബെഡ്റൂമുള്ളവർക്കും അവിടെ ബാത്റൂം ഇവിടെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു സ്റ്റോർ റൂം സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 20 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ് വീട്, 20 വർഷത്തിനടുത്ത് പഴക്കം, 3 ബെഡ്റൂമാണുള്ളത്, 1 അറ്റാച്ച്, ഓപ്പൺ വെല്ലുണ്ട്, കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു, 65 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഇതുപോലെ കുറച്ച് കൂടുതൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പഴയ വീട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇത് ഉറപ്പായും യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.